അക്ഷയ വാർത്തയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. റേഷൻ കാർഡ് BPL മാറ്റാനായിട്ടുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുകയാണ്. ഈ മാസം, അതായത് നവംബർ 25 തീയതി മുതൽ ഡിസംബർ 10 വരെയാണ് അതിൻ്റെ അപേക്ഷിക്കാനുള്ള സമയം തന്നിരിക്കുന്നത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് 1-2 ഡോക്യുമെൻറ്റുകൾ നേരത്തെ തന്നെ നമുക്ക് കയ്യിൽ കരുതി വെക്കേണ്ടതാണ്. ഒന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തെ രേഖ എന്ന് പറയുമ്പോൾ BPL ലിസ്റ്റിൽ ചേർക്കാൻ അർഹമായ ഒരു കുടുംബം എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പഞ്ചായത്തിൽ നിന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആദ്യമേ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കാം. അതായത് 1 വർഷമാണ് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കാലാവധി. ആ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതില്ലെങ്കിൽ പുതിയൊരു വരുമാന സർട്ടിഫിക്കറ്റ് അക്ഷയയിൽ പോയി അപേക്ഷിക്കുക. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ സ്ഥലം ഉണ്ടെങ്കിൽ കരമടച്ച രസീത്, ഒരു സത്യവാങ്മൂലം, ഇതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഇതിൻ്റെ കൊടുത്ത് വെക്കേണ്ടത്. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ഓൺലൈൻ സേവന കേന്ദ്രം എന്ന് പറയുന്ന അക്ഷയ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഈ വരുന്ന അപേക്ഷകളെല്ലാം അക്ഷയ വഴി തന്നെയാണ് അപേക്ഷ ചെയ്യേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ തന്നെ ഈ ഒരു റേഷൻ കാർഡ് ആപ്ലിക്കേഷൻ എല്ലാം അക്ഷയ വഴി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള അക്ഷയ ചെന്നിട്ട് ഈ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വിവരങ്ങൾ ചോദിച്ചറിയാവുന്നതാണ്. അതിനുശേഷം പഞ്ചായത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ്. എല്ലാവർക്കും അറിയാം, ഒത്തിരി അധികം കുടുംബങ്ങൾ ഈ ഒരു അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നുണ്ട്. അപ്പോൾ അപേക്ഷകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തുടക്കം തന്നെ ഈ ഒരു അപേക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുക. അവസാന നിമിഷമൊക്കെ ആകുമ്പോഴത്തേക്കും സൈറ്റും സ്ലോ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ പഞ്ചായത്തുകളിൽ തിരക്ക് കൂടും. നമുക്ക് അപേക്ഷ കൊടുക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ താമസിക്കും. അപ്പം അങ്ങനെ ഒരു വർക്ക് ലോഡ് കൂടി വരുന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ട് ഈ ഒരു വാർത്ത കിട്ടിയ ഉടനെ തന്നെ നമുക്ക് തിങ്കളാഴ്ച മുതൽ തന്നെ ഇതിനൊരു പരിശ്രമം എല്ലാവരും നടത്തേണ്ടതാണ്. ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസ് ആയതുകൊണ്ട് വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ, അതായത് 10-16 ദിവസമേ ഉള്ളൂ ഈ ഒരു അപേക്ഷ വെക്കാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ അപേക്ഷ വെച്ചവർക്ക് പല ആളുകൾക്കും ഈ ഒരു BPL കാർഡായിട്ട് കിട്ടിയിട്ട് കാണില്ല. അതെന്താ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ആളെ BPL ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ആളെ അത് ചേർക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിട്ടുന്ന അപേക്ഷയിലുള്ള മാർക്ക് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ റാങ്ക് എന്ന് പറയുന്നത് വളരെ പുറകിലായിരിക്കാം. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പല അപേക്ഷകളും, അതായത് നല്ലൊരു ശതമാനം അപേക്ഷകളും തള്ളിപ്പോയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ നമുക്ക് വീണ്ടും അപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ അടുത്ത ലിസ്റ്റുകളിലേക്ക് കയറി വരികയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ വർഷം അപേക്ഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ഈ ഒരു വർഷവും നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു അപേക്ഷ വെക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ വരുന്ന ലിസ്റ്റിലേക്ക് ചിലപ്പോൾ നമ്മുടെ റേഷൻ കാർഡും ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു അപേക്ഷയ്ക്കകത്ത് ഏതൊക്കെ ടൈപ്പിലെ ആളുകൾക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുക എന്നുള്ളത് വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് തിങ്കളാഴ്ച നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തിങ്കളാഴ്ച വരുന്ന വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. ഈ അപേക്ഷ വെക്കുമ്പോൾ ഇതിനകത്ത് പോയിന്റ് അടിസ്ഥാനത്തിലായിരിക്കും ഓരോ കുടുംബങ്ങൾക്കെയും ഗ്രേഡ് ചെയ്തതിന് ശേഷം അവർ BPL ലിസ്റ്റിലേക്ക് ചേർക്കുക. ആ ഒരു പ്രോസസ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും തിങ്കളാഴ്ച വന്ന് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന അടുത്ത വീഡിയോ, അതായത് 2ാം ഘട്ട വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനൊരു മറുപടി തരുന്നതായിരിക്കും. അക്ഷയ സംബന്ധമായ എല്ലാ ഓൺലൈൻ സേവനങ്ങളും നമ്മൾ വാട്സാപ്പിലൂടെ സേവനങ്ങൾ നൽകുന്നുണ്ട്. അതിനുള്ള വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.